ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നാളെയാണ് ഓണം. നമ്മൾ ഒരുക്കങ്ങളെല്ലാം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. കണ്ട വ്യക്തി തപസ് ഇരുന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും പൂ കൊണ്ടുവന്നിട്ട് കേട്ടോ, എന്തേന്നറിയില്ല. അതാ ഇത്രയും പൂല് നമ്മളെ പ്ലാൻ ഉണ്ട് ഓൾറെഡി. ഒരു എന്തെന്ന് നമ്മുടെ ആർട്ടിസ്റ്റുടെ റെഡി ആയിട്ടുണ്ട്. ആർട്ടിസ്റ്റ് തന്നെയാണ് വരക്കുന്നത്. കഴിഞ്ഞ വർഷം തലേ ദിവസം തന്നെ വരക്കും, രാവിലെ പൂടും. അത് തന്നെയാണ് ഈ ഇത്തവണത്തെ പരിപാടി. സെയിം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പക്ഷേ ഇത്തവണ ലേറ്റ് ആയിട്ടാണ് നമ്മൾ തുടങ്ങുമ്പോൾ. എല്ലാ ദിവസവും 6 മണിക്ക് തന്നെ നമ്മൾ തുടങ്ങും. ഇത്തവണ ലേറ്റ് ആയി, കാരണം കുറച്ച് പൂവല്ലേ തൊല്ലാനുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ പൂക്കളത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടാ. കഴിഞ്ഞ വർഷത്തെ പോലെ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല. ഈ കുട്ടിയുടെ ഉള്ളിലുണ്ട്. ഇനിയിപ്പോൾ അമ്മ വരാനുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോഴത്തേക്ക് സെറ്റാവും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം, കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെല്ലാം കാണാം കേട്ടോ. നിങ്ങളെല്ലാം ഓണം എങ്ങനെയുണ്ട് അതെല്ലാം കമൻറ്റ് ചെയ്യണേ. എത്ര ആയിട്ടാ തൊല്ലിയിട്ട്? ഞാനൊരാളെ കാണിച്ചു തരാം. ഹെൽപ്പാക്കാൻ വരുന്നു പറഞ്ഞിട്ട് ഒരാളെ കാണിച്ചു തരാം. ഇത് ഞാൻ തൊല്ലിയത്. ഹെൽപ്പാക്കുന്നവനിടതാ ഫേസ് കാണിക്കും നിൻ്റെ അമ്മതാ വൈറ്റ് തൊല്ലുന്നുണ്ട്. അമ്മ ഒരാൾക്ക് ഓരോ കളർ കൊടുത്തിട്ടുണ്ട്. ഓനൊരു കളറുണ്ട്, ബ്ലൂ കളർ നിൻ്റെത്. പക്ഷെ തൊല്ലുന്നവന് ഇവിടെ കിടന്നിട്ടുണ്ട്. യെസ്, നമ്മൾ തൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയായിട്ട് അരമണിക്കൂറിൽ ഇതാ നമ്മളത് ഇത്രയായി. ദീവലത് ഇത്രയായി. അമ്മ ലാസ്റ്റ് വന്നോണ്ട് ഇത്രയായിട്ട്. ആരായിട്ട് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യം നോക്കാം. അവർക്ക് എക്സ്ട്രാ പായസം നാളെ. അതല്ല, ഇരുത്തത്തിന്റെ പൊസിഷനെല്ലാം മാറുന്നുണ്ട്. ഹെൽപ്പിനുണ്ട് ചെക്കോട്ടൻ. അനങ്ങം ചെയ്യില്ല കേട്ടോ. പൂവ് ഇത്ര എണ്ണായിട്ടുണ്ട്. നമുക്ക് മഞ്ഞ കുറയാറുണ്ട്. ഹെൽപ്പ് ചെയ്യാൻ ചൊക്കോട്ടനും സൊസും ഉണ്ടായിരുന്നു. നല്ല ഹെൽപ്പായിരുന്നു. ഇവനിതാ കിടന്നിട്ട് തൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. നോക്കിയേ, നമ്മളെ പൂവെല്ലാം തൊല്ലിട്ടായി, സെറ്റായിട്ടാ. ഇത്ര കളറേയില്ല കേട്ടാ. പൂക്കൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് നാളെ കാണാവേ. ചിത്രം നമ്മുടെ ആർട്ടിസ്റ്റ് വരക്കാൻ തുടങ്ങിയപ്പോൾ നമ്മതാ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കേട്ടാ കട്ടക്കളി. നല്ല രസമാണ്. കളിച്ചിട്ട് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ വര തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അടുക്കതാ പാചകവും തുടങ്ങിയിട്ട് സൈഡിൽ നമ്മൾ. ഇല്ലെങ്കിൽ നാളെ എല്ലാം കൂടി നമുക്ക് സെറ്റ് ആവില്ലെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ പാചകവും സെറ്റ് ചെയ്തു. പിന്നെ അതാ ഓള് വരച്ച് ശരിയായിട്ടാന്ന് പറഞ്ഞിട്ട് കുട്ടൻ ഒന്നുകൂടി വരക്കുന്നുണ്ട്. വരച്ചത് മൊത്തം അവരാണ്, കുട്ടനും ധന്യയും കൂടിയാണ് വരച്ചത്. അടിപൊളിയായിട്ട് വരച്ചിട്ടാ. നമ്മുടെ പൂക്കളം അവർ വരക്കുമ്പോഴത്തേക്ക് വരച്ചിട്ടായിക്കൊണ്ട് വരുന്നുണ്ട്. വരച്ചത് ധന്യ രാജേഷ്, രണ്ടാളും കൂടി വരച്ചതാട്ടോ. നാളത്തേക്ക് വെച്ച ഒന്നാവില്ല. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്തു, പിന്നെ രാത്രി തന്നെ തോർത്തിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം പിന്നെ എന്താ, രാവിലെ 5 മണിക്ക് എണീച്ചതാ. നമ്മൾ തുടങ്ങിയിട്ടുണ്ട് പണിയെല്ലാം. വിറവെല്ലാം ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തേങ്ങ ചെരിയലും അങ്ങനെയൊക്കെ തുടങ്ങി. പിന്നെ അതാ വരക്കാൻ തുടങ്ങിയിട്ട. പൂക്കളം ഇടാൻ തുടങ്ങി. എന്ന് വെച്ചാൽ രാവിലെ ആണ് തുടങ്ങിയത്. ഏകദേശം ഒരു 6-6:30 ആവുന്നതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ തുടങ്ങി വരക്കാനും ഇടാൻ. ഇതാ നോക്കി ഇടുന്നുണ്ട് ഇപ്പോൾ കേട്ടോ. പകുതി ആയിട്ടുണ്ട്. തോണീൻ്റെ ഇതാ കണ്ടോ. ഇപ്പം നമ്മൾ ഈ അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം റെഡിയായി. നോക്കിയാൽ നമ്മൾ പൂക്കളം റെഡി, നമ്മുടെ ഈ കുട്ടി റെഡി. വേറെ ഒരാള് ഹാപ്പി ഓണം. നമ്മൾ റെഡി ആയിട്ടാ. നമ്മളെ പൂക്കളും റെഡി ആയി. വരവേൽക്കാൻ വേണ്ടി കാത്തിക്കുന്നുണ്ട്. അമ്മ റെഡി ആയിട്ടാ. നമ്മ ചായ കുടിച്ചത്. അതുകൊണ്ട് അമ്മ ചായ കുടിച്ചിട്ട് റെഡിയാവാൻ നിൽക്കുന്നത്. നമ്മ റെഡി ആയിട്ട് ചായ കുടിക്കുന്നത് അല്ല, അമ്മ ചായ കുടിച്ചിട്ട് റെഡിയാവാൻ നിൽക്കുന്നേ. ഇതാ സൗണ്ട് കേൾക്കുന്നുണ്ട്. തുടങ്ങുന്നുണ്ടാ. ഇപ്പൊ മാവേലി വരും. അപ്പൊ നമ്മൾ ഫോട്ടോഷൂട്ട്. അതന്നെ, ഫോട്ടോഷൂട്ട്. ഈ കുട്ടി ഇപ്പൊ നിന്നാൻ കഴി, പിന്നെ നിൽക്കില്ല എന്തായാലും. ബാക്കിയെല്ലാം കാണാട്ടാ.
അച്ഛാ ഹാപ്പി ഓണം പറയും. ഒരു റോസാപ്പൂ നോക്കിയേ ആക്കിയതോള് നല്ല റോസായിരുന്നു. മാവേലി പോലും വന്നിട്ട് അപ്പത്തേക്ക് തന്നെ ഒറ്റപ്പോലും പൊട്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ മത്സരം മറക്കണ്ട യൂട്ടി. അങ്ങനെ നമ്മളെ കുഞ്ഞ് അറേഞ്ച്മെന്റ് എല്ലാം സെറ്റാക്കി. നേരത്തെ ഈ പൂക്കളം മാത്രമേ ഉണ്ടായിട്ട് അതെ ഞാൻ വെച്ചതാണ്, അതിലെടുത്തു. ഒന്നും കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും റെഡി ആയിട്ടതാ. അമ്മ റെഡി ആയിട്ടുണ്ട്, തന്നെ റെഡിയായി. നേരത്തെ കാണിച്ചതാ വെട്ടിയതാ ഗ്ലാസ് തലയിൽ തന്നെ. മാവേലി വരാൻ തുടങ്ങുന്നുണ്ട്. മാവേലി എത്തിക്കാറുണ്ട്, ബാക്കി എല്ലാവരും വരുന്നുണ്ട്. ഇന്നലെ മാവേലി എടുത്തിട്ട് മാവേലി വരുന്നുണ്ട്. ഓണം മാവേലിക്ക് എടുത്തോളൂ. മാവേലിനെ ഒഴിവാക്കിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതന്നെ വരുന്നുണ്ട്, കുറെ ആൾക്കാർ വരുന്നുണ്ട്. പൂക്കള മത്സരമാണ് ഇവര് നോക്കുന്നുണ്ട്. അതിഥികൾ വന്നിട്ടുണ്ട്. നമ്മള് പൂക്കളത്തിനെ പറ്റിയിട്ടുള്ള കമന്റ്സ് പറയുന്നത് എങ്ങനെയുണ്ടാ പറയുക എന്ത് മാറ്റം? തെങ്ങ് മാത്രം ഇഷ്ടപ്പെട്ടാ? പൂക്കൾ ഇഷ്ടപ്പെട്ടിട്ട് അത് തോണിയുടെ വിത്ത തെങ്ങുണ്ട്, ചന്ദ്രനുണ്ട്. ആ മനസ്സിലായല്ലോ. തെങ്ങ് മാത്രം ഇഷ്ടപ്പെട്ടു. തോണിന്റെ മണ്ടയിൽ വെച്ച് കണ്ടാ എല്ലാരും ബിസിയാണ്. സ്വാഗതം. അങ്ങനെതാ ഒരുപാട് പണികൾക്ക് ശേഷം ഞങ്ങളുടെ സദ്യയുടെ കാര്യങ്ങളെല്ലാം ഒരുങ്ങി കഴിഞ്ഞിട്ട് അതിന് ഫുഡ് കഴിച്ചാൽ മാത്രം മതി. പുളിയിഞ്ചി റെഡി, അതുപോലെ തന്നെ ഇതാ വറവ് റെഡി, പിന്നെന്താ പറയുക എല്ലാം സെറ്റായിട്ടുണ്ട്. ചമ്മന്തിയും രസവും സാമ്പാറും പിന്നെന്തെന്ന് പറയുമ്പോൾ ഒന്നും വരുന്നില്ല കേട്ടോ. എല്ലാം ഏകദേശം ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം എല്ലാം കൂട്ടിയിട്ട് പായസം ഉണ്ടായിട്ടോ. കടല പായസം ഇതാക്കിയത് വെച്ചിട്ടാണ് എഴുതും. അങ്ങനെ എല്ലാം കൂടി ഒരു 10 വക കറി എന്നതാ കഴിക്കാൻ തുടങ്ങി. കുട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ കുട്ടൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അവരോൻ്റെ ഫ്രണ്ട്സാണ്. അവർ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ മാത്രമല്ല പാർട്ട്നേഴ്സും എന്താ വൈഫെല്ലാവരും ഉണ്ടായിന്. ഇതാണ് നമ്മുടെ സദ്യ എന്ന് പറയുന്നത്. കണ്ടോ നമ്മുടെ സദ്യ ഞാൻ ഓരോന്നായിട്ട് നേരത്തെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഇപ്പോൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അടിപൊളി സദ്യയും കഴിച്ചു. പിന്നെ എല്ലാവരും കൂടിയിട്ട് ഒന്ന് ഫുഡ് കഴിച്ചു കൂട്ടാം. പിന്നെ അവർ ഫ്രണ്ട്സ് അവർ പോയതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അങ്ങനെ ഓണം കഴിഞ്ഞു, ഓണം സദ്യ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി ഓണപ്പരിപാടി ഉണ്ട് കേട്ടോ. ഇനി ഓണക്കളികളായിട്ട് നമുക്ക് ക്ലബിൽ പോകുന്നുണ്ട്. നമ്മൾ എന്ത് ദീർഘശ്വാസം തിന്നിട്ടും ക്ഷീണിച്ചിട്ടും എല്ലാം. കുറേ രാവിലെ 2 ഇഡ്ഡലി കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 3 മണിക്ക് ഫുഡ് കഴിച്ചേ. ഞാൻ 2 ഇഡ്ഡലി. അതെ, അത് കഴിഞ്ഞിട്ട് അതെ മിഠായി വറുക്കാനുണ്ട്. അമ്മ പറയുന്നത് മിഠായി വറുക്കാണ്ടാവും, വേഗം പോകുന്നു. അത് പിള്ളേർക്കുള്ള പരിപാടി കഴിഞ്ഞു വന്നോ. പിന്നെ നമുക്ക് ലക്കി കോർണർ ഉണ്ട് ഫസ്റ്റ്. അപ്പം അതെല്ലാം കാണാം. ഇതാ 2 ആൾ ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. ഈ കുട്ടി ഉറങ്ങുന്നുണ്ട്. ഇപ്പം അമ്മ ഉണ്ട്, അതുകൊണ്ട് പോകാൻ തുടങ്ങുന്നതായിട്ട്.
അങ്ങനെ അതാ ക്ലബ്ബിലെത്തിയിട്ടുണ്ട്. എല്ലാ വർഷവും ക്ലബ്ബിലല്ല കേട്ടോ കളി നടക്കുന്നത്, കോർട്ടിലാണ്. ഈ വർഷം കോർട്ടിൽ വെള്ളം കയറിയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കളി അവിടെ മാറ്റിയിട്ട് ക്ലബ്ബിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോകുമ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. ലക്കി കോർണർ കഴിഞ്ഞിട്ടുണ്ട്. ലക്കി കോർണറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടാണ്. പിന്നെ അത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഗെയിമാണ്. ഇതിലും മാന്യമായിട്ട് തോറ്റു കേട്ടോ ഞാൻ. ഇതിൽ ജയിച്ചത് പറഞ്ഞാൽ രമ്യേച്ചാണ് ജയിച്ചത്. പിന്നെ ഉഷേച്ചിക്കും കിട്ടിയിട്ടുണ്ട് അതിനായിരുന്നു സമ്മാനം എന്ന് പറയുന്നത്. അടിപൊളിയായിരുന്നു, ഭയങ്കര ഫണ്ണായിരുന്നു ഈ കളി. അടിപൊളിയായിട്ട് അങ്ങ് കളിച്ചു, രസമുണ്ടായിരുന്നു. പിന്നെ അന്ന് കുറച്ച് ഇവിടെ ക്ലബിനേക്കാളും ആടെ തായാപ്പാ ഇതാണ് കോർട്ട്. ഇവിടുന്ന് എന്താന്ന് വടംവലി മാറ്റിയിട്ടുള്ളത്. എല്ലാ വർഷവും ഇവിടെയാണ് കളി നടക്കുന്നത്. ഇന്നലെ വരെ വെള്ളം ഉണ്ടായി, വെള്ളം കയറിയിട്ടുണ്ടായി പുഴയിൽ നിന്ന്, അതുകൊണ്ട് മാറ്റിയതാണ്. തേങ്ങേറ നടക്കുന്നുണ്ടോ? കുട്ടൻ 2 ചാൻസ് ചെളിയാണ്. ചെളി ഇന്ന് വരെ വെള്ളമുണ്ടായി. ഇപ്പൊ വെള്ളം അങ്ങോട്ടേക്ക് പോയി. പുഴ കാണിച്ചു കൊടുത്തേ. പക്ഷെ നടക്കുന്നത് ഈ കോർട്ടിൽ തന്നെയാണ് ഗെയിമും. പക്ഷെ ഇന്നിപ്പോ ഈ വർഷം മാത്രമാണ് നിന്ന് പുഴയിൽ വെള്ളം കണ്ടാ. ഇന്നലെ ഈ കോർട്ട് മൊത്തം വെള്ളമായിരുന്നു. ഇന്നത് ഇറങ്ങിയിട്ടുണ്ട്, എന്നാലും പുഴയിൽ വെള്ളം കണ്ട. അതുകൊണ്ട് ഇന്നത്തെ ഗെയിം മുകളിലേക്ക് മാറ്റിയിട്ടുണ്ടായി. പിന്നെ വടംവലി മാത്രം ഈ കോർട്ടിൽ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ തേങ്ങയേറും. അത്രയും ദൂരമാണ് വെച്ചിട്ടുള്ളത്. എടുത്തതാ നോക്കി ഇവർ ക്യൂ ഉണ്ട്. 2 സെക്കൻഡ് ചാൻസാണ് ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ടായത്. നെക്സ്റ്റ് കോട്ടെ നോക്കി തോറ്റി നമ്മൾ നോക്കുന്നില്ല. ഇല്ലട്ടാ, ഈ തേങ്ങയാണ് ഓടിക്കാൻ നോക്കുന്നത്. നമുക്ക് എത്ര ലോങ് ഉണ്ടെന്ന് സണ്ണിലേട്ട് നമ്മളെ തേങ്ങയേറ് തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. ഒരു സമയമായി ഇവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ല, കണ്ടിന്യൂ ചെയ്യല്ലേ, എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് കണ്ടിന്യൂ തന്നെ ചെയ്യുന്നുണ്ട്. ഒരിടത്തേക്ക് 3ാമത്തെ ചാൻസാണ് നടക്കുന്നുള്ളത്. നമുക്ക് എത്ര ലോങ് ബോയ്സിന് മാത്രമേ ഇല്ല, ഗേൾസിനില്ല കേട്ടോ. ഗേൾസില്ല, സപ്പോർട്ട് ചെയ്യും. അയ്യോ റെഡിയും പോയി. നമ്മുടെ അപ്പു വെട്ടം വരുന്നുണ്ട്. ജസ്റ്റ് കള്ളക്കളിയാണ്. നാളെ ഒത്തിരിയോ സ്ഥലമായി അവന് കിട്ടുന്നത്. നീ കള്ളക്കളി കുറേ നീ എറിയുന്നത്. ബോയ്സിനെ തോപ്പിക്കാൻ വേണ്ടിട്ടാ പെൺപട ഇറങ്ങിയിരിക്കുന്നുണ്ട്. ഇപ്പൊ അറിയാൻ പോകുന്നത് നാലഞ്ച് തവണ കളിച്ചാലും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് മഴ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ വടം റെഡി ആയിട്ടുണ്ട്. വടംവലി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ടഗ് ഓഫ് വാർ ഗേൾസിൻ്റെ ആയിട്ട് ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ടൈം ആയിക്കോല്ലേ കൂടാതെ നിൽക്കുന്നത്. നമ്മൾ ഈ വർഷം കൂടിക്കാം. ഞാനിത് എന്തെന്ന് ഫസ്റ്റ് ടൈം ആയിരിക്കും. വീട്ടിൽ പ്രഗ്നൻ്റ് ആയ ആ വർഷം കുടിക്കാം. ബാക്കി എല്ലാ വർഷം 5 വർഷത്തിലും കൂടിയിട്ടാ. ഈ വർഷം തന്നെ പറ്റുന്നേയില്ല. മിനിയാത്ത ഓർമ്മയാണുള്ളത്. അവർ തുടങ്ങിയിട്ടാ ടീംസ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഗൈസ്, ഈ കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ട് ഗൈസ്. അല്ലേ ഉറങ്ങിയിട്ടുണ്ടായത് എടുത്തിട്ട് വന്നു. എന്നിട്ട് കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ട്. ഒത്തി മഴ വരുന്നുണ്ട്. ഇതാ ഒരു അതിഥി ഉണ്ട്, നമ്മുടെ പ്രിയേച്ചി ഉഷേച്ചി. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. പ്രിയേച്ചി ചെളി അതന്നെ പ്രശ്നമില്ല. നമ്മുടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ വടംവലിയാണ്.
നമുക്ക് ഈ വർഷത്തെ ഓണപരിപാടിയും ഓണാഘോഷവും എല്ലാം കഴിഞ്ഞു. അതാ പോവാ. ബാക്കി എന്നിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടാറ്റ.